കാന്തപുരം എ.ബി. അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ വിവാദത്തിൽ കേരളത്തിൽ ഉടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങി മുസ്ലിം സംഘടന ISM. മുടിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ തട്ടിപ്പിലൂടെയാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയത് തുടങ്ങിയ കാന്തപുരത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം സംഘടനയായ ISM ഉയർത്തുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നേരത്തെ തന്നെ ഈ മുഹമ്മദ് നബിയുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ രൂപപ്പെട്ടതാണ്. അതിപ്പോൾ കൂടുതൽ കരുത്താർജിക്കുവാനുള്ള കാരണം എന്തൊക്കെയാണ്? ഈ ISM എന്ന സംഘടന പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അനഘ? വെച്ച് ഈ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് തന്റെ കൈവശമുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടി അത് 1/2 സെന്റിമീറ്റർ വളർന്നു എന്നായിരുന്നു അവിടെ എത്തിയ വിശ്വാസികൾക്ക് മുൻപിൽ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ തിരുകേശ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഈ AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത് തിരുകേശ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകളും മുജാഹിദ് സംഘടനകൾ, സുന്നി സംഘടനകൾ തുടങ്ങിയവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധ സംഗമങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇന്ന് മുജാഹിദ് സംഘടനയായിട്ടുള്ള ISM ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു നോളജ് സിറ്റിയുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കോടാനുകോടി രൂപ മുടക്കി AP അബൂബക്കർ മുസ്ലിയാർ പണി കഴിപ്പിച്ചതാണ് ഈ നോളജ് സിറ്റി. ഈ നോളജ് സിറ്റി അടക്കമുള്ളവ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കേശ തട്ടിപ്പ് നടത്തി അതിലൂടെ ലഭിച്ചിരിക്കുന്ന പണം കൊണ്ടാണ് ഈ നോളജ് സിറ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ISM നേതാക്കൾ ഇന്നലെ പറയുന്നത്. അത് പരസ്യമായി തന്നെ അവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വിശ്വാസികളുടെ വിശ്വാസം അത് കാന്തപുരം ചൂഷണം ചെയ്യുകയാണ്, അവരെ മുതലെടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുകയാണ്. വൻ സാമ്പത്തിക ലാഭമാണ് കാന്തപുരം കേശ തട്ടിപ്പിലൂടെ ദിനംപ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം നടത്തുന്ന ഈ കേശ തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ഇത്തരത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാനാണ് ISM അടക്കമുള്ള മുജാഹിദ് സംഘടനകളുടെ നീക്കമെന്ന അവർ പറയുന്നത്. തങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ നിൽക്കുകയാണെന്നാണ് മുജാഹിദ് സംഘടനകൾ പറയുന്നത്. മറ്റൊന്ന്, 2012 AP അബൂബക്കർ മുസ്ലിയാർ തന്റെ കൈവശം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിന് പിന്നാലെ വലിയ ചർച്ച ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. തനിക്കെതിരെ ഇത്തരത്തിൽ ഇത് തട്ടിപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ എല്ലാ ചർച്ചകളും ഉയർന്നു വന്നതോടെ പിന്നീട് ഈ കാന്തപുരം ഈ മുടി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായി തന്നെ ഒന്നും പറയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിഷേധിക്കുക പോലും ചെയ്യാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം തന്റെ കൈവശമുള്ള മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കാന്തപുരത്തിനെതിരെ ഉയർന്നു വരുമ്പോൾ പോലും ഒരു പ്രതികരണം നടത്താനും അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, മുസ്ലിം സംഘടനകളും മറ്റ് സുന്നി വിഭാഗവും അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളും ഒക്കെ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് പറയാൻ കഴിയുക എന്നാണ്. അത് വെളിപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കാന്തപുരത്തിന് കഴിയാത്തത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി കാന്തപുരം നടത്തുന്ന ഒരു തട്ടിപ്പാണ്. മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കാന്തപുരം നടത്തുന്ന ഒരു തട്ടിപ്പാണ് എന്നാണ് ഈ മുജാഹിദ് സംഘടനയായിട്ടുള്ള ISM പറയുന്നത്. ISM മാത്രമല്ല, സംസ്ഥയിലെ ഒരു വിഭാഗം അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് പരസ്യമായും രഹസ്യമായും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ഈ കാന്തപുരത്തിന്റെ ഈ കേശ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാനാണ് മുജാഹിദ് സംഘടനയായിട്ടുള്ള ISM അടക്കമുള്ളവരുടെ നീക്കം. ഗൗതം, തിരുകേശ വിവാദത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് ISM ഉൾപ്പെടെയുള്ള മുജാഹിദ് സംഘടനകൾ ഒരുങ്ങുകയാണ്. തിരുകേശവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പാണ് കാന്തപുരം നടത്തുന്നത് എന്ന വിമർശനമാണ് ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്നത്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.